സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി അതിരൂക്ഷമായി. പ്രതിസന്ധി ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രി ഉന്നതതല യോഗം വിളിച്ചിട്ടുണ്ട്. വൈദ്യുതി മന്ത്രിയുടെ ആവശ്യാർത്ഥമാണ് യോഗം. വേനൽ കടുത്തതോടുകൂടി സംസ്ഥാനത്തെ വൈദ്യുതി ഉപയോഗം കുതിക്കുകയാണ്. ലോഡ് ഷെഡിംഗ് ഒഴിവാക്കാൻ അധിക ചെലവിലാണ് സംസ്ഥാനം വൈദ്യുതി വാങ്ങുന്നത്. വൈദ്യുതി ബോർഡിൻ്റെ സാമ്പത്തിക പ്രതിസന്ധിയും രൂക്ഷമാണ്. അലമീൻ വിശദാംശങ്ങളുമായി. അലമീൻ, ഗുരുതരമായ പ്രതിസന്ധിയാണ് എങ്കിൽ പെട്ടെന്ന് കൂടുതൽ പണമെടുക്കാൻ കേരളത്തിൻ്റെ കയ്യിൽ ഉണ്ടാകില്ല. എങ്ങനെയാണ് ഈ പ്രതിസന്ധി അതിജീവിക്കാൻ പോകുന്നത്? നികേഷ്, ഈ ചൂട് കാലം രൂക്ഷമായതോടുകൂടി സംസ്ഥാനത്തെ വൈദ്യുതി ഉപഭോഗത്തിൽ വലിയ വർധനമാണ് ഉണ്ടായിരിക്കുന്നത്. പ്രത്യേകിച്ച് വൈകുന്നേരങ്ങളിലെ പീക്ക് ടൈമിലാണ് ഏറ്റവും അധികം വൈദ്യുതി ഉപഭോഗം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. സാധാരണ 4500 മെഗാവാട്ട് വൈദ്യുതി ഉപയോഗിച്ചുകൊണ്ടിരുന്ന സമയത്ത് കഴിഞ്ഞ ദിവസങ്ങളിലേക്ക് അത് 5000-ന് മുകളിലേക്ക് പോകുന്നൊരു സാഹചര്യമുണ്ട്. ഈ അധിക വൈദ്യുതി വാങ്ങുന്നത് പവർ എക്സ്ചേഞ്ചിൽ നിന്നാണ്. ഏതാണ്ട് പ്രതിദിനം 15 മുതൽ 20 കോടി രൂപ വരെ അതിന് വൈദ്യുതി ബോർഡിന് ചിലവാവുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ വൈദ്യുതി പ്രതിസന്ധിയും അതോടൊപ്പം തന്നെ അതുമൂലം ബോർഡിനുണ്ടാകുന്ന സാമ്പത്തിക പ്രതിസന്ധിയും വിഷയം ഗുരുതരമായി മുന്നോട്ട് പോകുന്നൊരു സാഹചര്യമുണ്ട്. വരും ദിവസങ്ങളിൽ അത് കൂടുതൽ രൂക്ഷമാകാനാണ് സാധ്യത. അത് കണക്കിലെടുത്തുകൊണ്ടാണ് നിലവിലെ സാഹചര്യം ചർച്ച ചെയ്യുന്നതിനായി നാളെ മുഖ്യമന്ത്രി ഉന്നതതല യോഗം വിളിച്ചിരിക്കുന്നത്. നാളെ വൈകുന്നേരമാണ് യോഗം ചേരുന്നത്. നേരത്തെ ദീർഘകാല അടിസ്ഥാനത്തിൽ കുറഞ്ഞ നിരക്കിൽ കമ്പനികളിൽ നിന്ന് വൈദ്യുതി വാങ്ങിയിരുന്നു. ആ കരാർ റദ്ദാക്കിയതാണ് ഇപ്പോൾ പ്രതിസന്ധിയും രൂക്ഷമാക്കിയത്. ആ കരാർ പുനഃസ്ഥാപിച്ചെങ്കിലും സഹകരിക്കാൻ ഈ കമ്പനികൾ തയ്യാറായിട്ടില്ല. അതോടുകൂടിയാണ് വലിയ തരത്തിലുള്ള പ്രതിസന്ധിയിലേക്ക് സംസ്ഥാനം പോയിക്കൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായും ലോഡ് ഷെഡിംഗ് ഏർപ്പെടുത്തേണ്ട ഒരു സാഹചര്യമാണ്. അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് പവർ എക്സ്ചേഞ്ചിൽ നിന്ന് അധിക ചിലവ് അല്ലെങ്കിൽ അധിക തുക നൽകിക്കൊണ്ട് വൈദ്യുതി ബോർഡ് ഇപ്പോൾ വൈദ്യുതി വാങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഈ AC ചൂട് സമയമായതുകൊണ്ട് തന്നെ AC-കളുടെ ഉപയോഗം വർദ്ധിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇലക്ട്രിക് വാഹനങ്ങളുടെ ഉപയോഗം വർദ്ധിച്ചൊരു സാഹചര്യത്തിലാണ് ഈ അധിക വൈദ്യുതി ഉപഭോഗം സംസ്ഥാനത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എന്നാലും ഈ പ്രതിസന്ധി എങ്ങനെ പരിഹരിക്കുമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു ചോദ്യം. ഇപ്പോൾ വൈദ്യുതി ബോർഡ് അധിക വൈദ്യുതി വാങ്ങുന്നതിനായി ചിലവഴിക്കുന്ന തുക അത് പിന്നീട് സർചാർജായി സാധാരണക്കാരൻ്റെ തലയിലേക്ക് തന്നെ വന്നു വീഴുന്നൊരു സാഹചര്യവും ഉണ്ടാകും. സ്വാഭാവികമായും അതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ചർച്ചയാവുക. ഇതുമായി ബന്ധപ്പെട്ട് വൈദ്യുതി വകുപ്പ് മന്ത്രി തന്നെയാണ് മുഖ്യമന്ത്രിയോട് ഈ ഗുരുതര സാഹചര്യം ചൂണ്ടിക്കാണിച്ചതും പ്രശ്നം പരിഹരിക്കുന്നതിന് അടിയന്തരമായ ഇടപെടൽ സർക്കാർ തലത്തിൽ വേണമെന്നൊരു ആവശ്യം ഉന്നയിച്ചതും അതുകൂടി മുൻനിർത്തിയാണ് നാളെ വൈകിട്ട് ഉന്നതതല യോഗം മുഖ്യമന്ത്രി വിളിച്ചു ചേർത്തിരിക്കുന്നത്. നികേഷ്, അലമീനാണ് വിശദാംശങ്ങൾ നൽകിയത്.